എന്നെ വിലങ്ങിട്ട് കൊണ്ടുപോയിന്നും ഞാനിപ്പോൾ ജയിലിലാണെന്നും ജയിലിൽ കുത്തിരുന്ന് ചിത്രം വരയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കരുതി ഞാൻ ഒളിവിലാണ് പോലും. അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ, ഈ വ്യാജപ്രചരണം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റീച്ചിൽ നിങ്ങൾക്ക് അരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്ക് സഹതാപം മാത്രമേ തോന്നുള്ളൂ. എനിക്കും സഹതാപം മാത്രമേ തോന്നുള്ളൂ. ജസ്ന ജയിലിലാണ്. ജസ്നയുടെ കൈവിലങ്ങിട്ട് ജസ്നെ ജയിലിൽ കൊണ്ടുപോയി. ജസ്ന ജയിലിൽ നിന്ന് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഈ തംബ്നെയിലൊക്കെ ഇട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം സഹതാപം പുച്ഛം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ 1-2 തംബ്നെയിൽ കണ്ടിട്ട് വരാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കട്ടോ. ആരും ചിരിക്കാൻ പാടില്ല, നല്ല എന്താ പറയുക മുറുക്കി പിടിച്ചിരുന്നോളം. നമ്മുടെ ആദ്യത്തെ ഒരു തംബ്നെയിലാണ്. ജസ്ന സലീം ജയിലിൽ ആവശ്യപ്പെട്ടത് 3 സാധനങ്ങൾ, ഹൈക്കോടതി വിധിയാണ്. ജസ്ന ജയിലിൽ ആവശ്യപ്പെട്ടത് പേനയും പേപ്പറും ഖുർആനും. വീഡിയോ ഇട്ടതാരാ? നമ്മുടെ കാമി. ഇന്നലെ ഇട്ട വീഡിയോ ആണ്. നമ്മളെ കാമിയുടെ തംബ്നെയിലാണ് കണ്ടത്. ജസ്ന പറഞ്ഞ പോലെ തന്നെ ജസ്നനെ വിറ്റ് കിട്ടുന്ന അരിക്ക് മക്കളെ അണ്ണാക്കിൽ തള്ളണം എന്നുണ്ടെങ്കിൽ അത് ജാമിദ ടീച്ചറാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ. ഇനി പോട്ടെ, അടുത്ത വീഡിയോ ഒന്നുകൂടെ നോക്കാം നമുക്ക്. ഇനി വേറെ ആരെങ്കിലും ഇട്ടണമെന്ന് നമ്മൾ വീണ്ടും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വരും നമ്മുടെ ജാമിദയുടെ അടുത്ത തംബ്നെയിൽ. മതം വിട്ട് ജസ്ന വീണ്ടും ഗുരുവായൂരെത്തി, പള്ളിയും ആട്ടിപ്പുറത്താക്കി, കയ്യിൽ വിലങ്ങും വീണല്ലോ. വീണ്ടും അടുത്ത തംബ്നെയിൽ. ഇതുപോലെ ജസ്നനെ വിറ്റ് പൈസ ഉണ്ടാക്കി അതുകൊണ്ട് കിട്ടുന്ന കഞ്ഞി കുടിച്ച് ജീവിക്കാൻ മക്കളെയും കൂടെയുള്ള മീശക്കാരൻ നമ്മുടെ ഗഫൂറിക്കാനെയും ഊട്ടാൻ വേണ്ടിയിട്ട് ജാമിദയുടെ പെടാപ്പാടുകൾ നിങ്ങളെല്ലാവരും ഒന്ന് കാണണം കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ തള്ള ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പാട് തോന്നി, എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഇത് കണ്ടപ്പോൾ. ഭയങ്കര മോശമായിപ്പോയി. എന്തെങ്കിലുമൊക്കെ ഊട്ടി കൊടുക്കടാ. ഈ മറ്റേ ഉണ്ടല്ലോ തള്ള ഇവൻ്റെ ഇവിടെ കൂടെ നടക്കണ്ടല്ലോ ഒരുത്തൻ മീശക്കാരൻ, വല്ലതൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കടാ. ഇങ്ങനെ കണ്ടവരെ വീഡിയോ ഇട്ട് എത്ര കാലം വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഇത് കിട്ടാനൊന്നും ജീവിക്കുന്നത്. അപ്പം ജസ്ന അജി പറഞ്ഞ കാര്യം കേട്ടോ, അന്നെ വിറ്റ് തിന്നാൻ എൻ്റെ കൂടെ തന്നെ നിന്ന് നടക്കുന്നവരാണ് എന്നെ ഏറ്റവും കൂടുതൽ വിറ്റ് തിന്നുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് നല്ലതാണ്. പോട്ടെ.